തേങ്ങലടക്കാനാകാതെ മഞ്ചേരി അപകടത്തിൽ മരിച്ച 5 പേർക്കും നാട് അന്ത്യാഞ്ജലി അർപ്പിച്ചു. പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി കിഴക്കേത്തലയിൽ പൊതുദർശനം നടത്തി. നൂറുകണക്കിന് ആളുകൾ അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തി. തുടർന്ന് 5 പേരുടെയും മൃതദേഹങ്ങൾ വീടുകളിലേക്ക് കൊണ്ടുപോയി. മഞ്ചേരി ചെട്ടിയങ്ങാടിയിലെ വാഹനാപകടത്തിൽ മരിച്ച 5 പേരുടെയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടു നൽകി. പോസ്റ്റ്മോർട്ടത്തിനു ശേഷം കിഴക്കേത്തലയിൽ പൊതുദർശനവും നടത്തി. കിഴക്കേത്തലയിലെ പോസ്റ്റ്മോർട്ടത്തിൽ നിരവധി ആളുകൾ അന്ത്യാഞ്ജലി അർപ്പിച്ചു. മരിച്ച അബ്ദുൾ മജീദ്, തസ്നീമ, മുഹ്സിന, റിൻഷ ഫാത്തിമ, റൈഹ ഫാത്തിമ എന്നിവരുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾ ഉച്ചയോടെ പൂർത്തിയാക്കിയാണ് വീടുകളിലേക്ക് കൊണ്ടുപോയത്. അബ്ദുൾ മജീദിന്റെ ഖബറടക്കം മഞ്ചേരി സെൻട്രൽ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടന്നു. ഒരു കുടുംബത്തിലെ 2 സഹോദരിമാരുടെയും 2 കുട്ടികളുടെയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനു ശേഷം ഭർത്താക്കന്മാരുടെ നാട്ടിലേക്കാണ് കൊണ്ടുപോയത്. മരിച്ച മുഹ്സിനയുടെ ഖബറടക്കം മഞ്ചേരി താമരശ്ശേരി ജുമാ മസ്ജിദിൽ നടന്നു. തസ്നീമയുടെയും അവരുടെ 2 കുട്ടികളുടെയും ഖബറടക്കം വിളയൂർ ജുമാ മസ്ജിദിലും നടന്നു. വെള്ളിയാഴ്ച വൈകുന്നേരമാണ് മഞ്ചേരി ചെട്ടിയങ്ങാടിയിൽ ശബരിമല തീർത്ഥാടകരുടെ ബസ് ഓട്ടോറിക്ഷയുമായി കൂട്ടിയിടിച്ച് 5 പേർ മരിച്ചത്. ഓട്ടോയിലുണ്ടായിരുന്ന ഡ്രൈവറും ഒരു കുടുംബത്തിലെ 4 പേരുമാണ് മരിച്ചത്. 5 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഓട്ടോ ഡ്രൈവർ മഞ്ചേരിക്കടുത്ത് പയ്യനാട് തടപ്പറമ്പ് സ്വദേശി പുതുപ്പറമ്പിൽ അബ്ദുൾ മജീദ് 55 വയസ്സ്, ഓട്ടോ യാത്രക്കാരായ പുല്ലൂർ കിഴക്കേത്തല സ്വദേശി മുഹ്സിന 34 വയസ്സ്, സഹോദരി കരുവാരക്കുണ്ട് വിളയൂർ മുഹമ്മദ് റിയാസിന്റെ ഭാര്യ തസ്നീമ 33 വയസ്സ്, മക്കളായ റൈഹ ഫാത്തിമ 4 വയസ്സ്, റിൻഷ ഫാത്തിമ 12 വയസ്സ് എന്നിവരാണ് മരിച്ചത്. മരിച്ച മുഹ്സിനയുടെയും തസ്നീമയുടെയും ഉമ്മയുടെ ഉമ്മയെ കാണാൻ പുല്ലൂരിലേക്ക് പോകുന്ന വഴിയായിരുന്നു അപകടം.